ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി പായസമാണ്. അതിനായി ഒരു ഗ്ലാസ് പച്ചരി ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. നമ്മൾ അരിയൊക്കെ എടുക്കുന്ന നാഴിയിൽ തന്നെയാണ് ഞാനിത് അളന്നെടുത്തിരിക്കുന്നത്. ഇനി നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇടും. ഇനി ഇതിൽ അരി വേകാൻ ആവശ്യത്തിന് വെള്ളം വെച്ച് ഗ്യാസ് ഓണാക്കി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഒരു വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുള്ളിൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് പണികളുണ്ട്, അത് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ശർക്കര പാനിയാക്കുകയാണ്. ഞാനിവിടെ ഒരു വലിയ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതൊന്നുകൂടി കുറുകിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിൽ തന്നെ അരി വേവായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് വേവാണ്. ഈ വേവിൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ തിരുമ്മി ഒഴിച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലേക്കിട്ട് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി അടിച്ചെടുക്കണം. ഇനി ഈ അരപ്പ് ഒരു നല്ല തുണിയിലേക്കിട്ട് പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ കുക്കറിലേക്ക് ഒഴിക്കാം. ഏകദേശം ഈ പാത്രത്തിൻ്റെ പകുതിയോളം തേങ്ങാപ്പാലുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഒന്നുകൂടെ അടുപ്പത്തേക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പായസം ഒന്ന് കുറുകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് 5-6 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു 5-6 ഏലക്കയും കൂടി ഇടുക. 1/2 ടീസ്പൂൺ ജീരകം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കുറുകി വന്നിരിക്കുന്ന പായസത്തിലേക്ക് ഇടുക. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇച്ചിരി തേങ്ങാക്കൊത്തൂടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയും പണികളേ ഉള്ളൂ. നമ്മുടെ പച്ചരി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തായി ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.